നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരെ പ്രതിസന്ധിയിലാക്കുന്ന KCB നിലപാടിനെതിരെ COA പ്രതിഷേധം. KCB കാസർഗോഡ് ജില്ലാ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. ഇനി കറന്റ് ബിൽ സീറോ ആക്കാം. കാസർഗോഡ് റിന്യൂവബിൾ എനർജി മേഖലയിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി പുത്തൻ ചുവടുവയ്പുമായി കൊളീഗ്സ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്. CCNന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്ന് മതസൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലിന്റെയും വേളയായി. ആത്മീയ ആചാര്യന്മാർ സ്നേഹ സന്ദേശം കൈമാറി. മഞ്ചേശ്വരത്ത് ഇലക്ട്രിക് സ്കൂട്ടറിന് പിന്നിൽ ലോറിയിടിച്ച് യുവാവ് മരിച്ചു. സുഹൃത്തിനും പരിക്ക്. കാസർഗോഡ് ഉപ്പള സോങ്കാലിലെ അൽത്താഫിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസ്. ജാമ്യത്തിലിറങ്ങി മുങ്ങിയ രണ്ടാം പ്രതി അറസ്റ്റിൽ. 5 ലക്ഷം രൂപ ചിലവിട്ട് ഉദിനൂർ സൗത്ത് ഇസ്ലാമിയ ALP സ്കൂളിന് നിർമ്മിച്ച ശുചിത്വ സമുച്ചയം തുറന്നു. M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരെ പ്രതിസന്ധിയിലാക്കുന്ന KCBയുടെ നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഇതിന്റെ ഭാഗമായി COA കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KCBയുടെ വിദ്യാനഗറിലെ ജില്ലാ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. സമരത്തിന്റെ ഭാഗമായി സംഘടനാ നേതാക്കൾ വൈദ്യുതി ഭവനിലെത്തി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ SP സുരേഷ് കുമാറിന് നിവേദനവും നൽകി. ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരെ പ്രതിസന്ധിയിലാക്കുന്ന KCBയുടെ നിലപാടിനെതിരെ സംസ്ഥാനത്തെ വൈദ്യുതി ഭവനുകൾക്ക് മുന്നിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നടത്തിയ സമരം ജനകീയ മുന്നേറ്റവും മുന്നറിയിപ്പുമായി മാറി. ഇതിന്റെ ഭാഗമായി COA കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാനഗറിലെ ജില്ലാ വൈദ്യുതി ഭവനിലേക്ക് നടത്തിയ മാർച്ച് സുനിൽ ഗവാസ്കറുടെ പേരിലുള്ള റോഡിൽ നിന്നും ആരംഭിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധ ബോർഡും കയ്യിലേന്തി നീങ്ങിയ മാർച്ച് വൈദ്യുതി ഭവന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് സമര വളണ്ടിയർമാർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ബോർഡും സ്ഥാപിച്ചു. ഓഫീസിന് മുന്നിൽ ചേർന്ന പ്രതിഷേധ യോഗം COA സംസ്ഥാന കമ്മിറ്റി അംഗം M ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ഒരു പോസ്റ്റിൽ കൂടി ഒന്നിലധികം കേബിൾ വലിക്കുന്നതിന് പ്രത്യേകം വാടക ഈടാക്കുന്ന ഒരു തീരുമാനമാണ് KCB കൈക്കൊണ്ടിട്ടുള്ളത്. അത് ഒരു വിചിത്ര തീരുമാനമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടെന്നാൽ KCBയുടെ 120 kVയും അതേപോലെ തന്നെ 220 kV ഉൾപ്പെടെയുള്ള ലൈനെല്ലാം ട്രങ്ക് ലൈനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ കേബിൾ TV ഓപ്പറേറ്റർമാരെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രങ്ക് ലൈനിൽ നിന്നും ചിലപ്പോൾ 48 അല്ലെങ്കിൽ 24 ഫൈബർ ശൃംഖലയിൽ നിന്നും സാധാരണ ജനങ്ങളുടെ ഉപഭോക്താക്കളുടെ വീടുകളിലേക്ക് കണക്ഷൻ എത്തിക്കുന്നതിന് വേണ്ടി സബ് വയറുകൾ ബ്രാഞ്ച് വയറുകൾ വലിക്കേണ്ടതായിട്ടുണ്ട്. അതിനെല്ലാം തന്നെ പ്രത്യേകം നിരക്ക് ഈടാക്കുക എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും അത് അനഭിലഷണീയമായ കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ശുക്കൂർ കോളിക്കര, സതീഷ് K പാക്കം, CCN ചെയർമാൻ K പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി സ്വാഗതവും ജില്ലാ ട്രഷറർ P വിനോദ് നന്ദിയും പറഞ്ഞു. തുടർന്ന് KCB ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ SP സുരേഷ് ബാബുവിന് നിവേദനവും കൈമാറി. നിവേദനം വൈദ്യുതി ബോർഡിലെ ഉന്നതാധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും പരമാവധി സഹായം ലഭ്യമാക്കുന്നതിനും ആവശ്യമായ ഇടപെടൽ നടത്താമെന്ന് അദ്ദേഹം സമരക്കാർക്ക് ഉറപ്പ് നൽകി. കേബിൾ TV ബ്രോഡ്ബാൻഡ് വൈദ്യുതി പോസ്റ്റ് വാടക പിൻവലിക്കുക, ഒന്നിൽ കൂടുതൽ കേബിളുകൾക്ക് പ്രത്യേക നിരക്ക് തീരുമാനം പിൻവലിക്കുക, കേന്ദ്ര സർക്കാർ റൈറ്റ് ഓഫ് വേ നിർദ്ദേശം കേബിൾ TVക്ക് കൂടി ബാധകമാക്കുക, ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച് പാവപ്പെട്ടവർക്ക് നൽകുന്ന K-ഫോൺ സൗജന്യ കണക്ഷനുകൾക്ക് പോസ്റ്റ് വാടക ഒഴിവാക്കുക, K-ഫോൺ ഫൈബർ അനുവദിക്കുന്നതിലെ കാലതാമസവും വിവേചനവും അവസാനിപ്പിക്കുക, ചെറുകിട സംരംഭകരോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങളാണ് COA സമരത്തിലൂടെ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. COA ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ K ദിവാകര, പുരുഷോത്തം നായ്ക്, PK മനോജ് കുമാർ, സുധീഷ്, നീലേശ്വരം മേഖലാ പ്രസിഡന്റ് ശ്രീധരൻ വെള്ളച്ചാൽ, COA കാഞ്ഞങ്ങാട് മേഖലാ സെക്രട്ടറി പ്രകാശൻ, നീലേശ്വരം മേഖലാ സെക്രട്ടറി CP ബൈജുരാജ്, കാസർഗോഡ് മേഖലാ ട്രഷറർ ചിത്ര G തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇനി കറന്റ് ബിൽ സീറോ ആക്കാം.
കാസർഗോഡ് റിന്യൂവബിൾ എനർജി മേഖലയിൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി പുത്തൻ ചുവടുവയ്പുമായി കൊളീഗ്സ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്. കാസർഗോഡ് ജില്ലയിലെ വീടുകളുടെയും കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളുടെയും ഇലക്ട്രിസിറ്റി ബില്ലുകൾ സീറോ ആക്കുക എന്ന ലക്ഷ്യവുമായാണ് കഴിഞ്ഞ 30 വർഷക്കാലമായി ഡിജിറ്റൽ കേബിൾ TV രംഗത്തും ഇന്റർനെറ്റ് രംഗത്തും മികച്ച ഉപഭോക്തൃബന്ധം കാത്തുസൂക്ഷിക്കുന്ന പാരമ്പര്യം മുൻനിർത്തി കൊളീഗ്സ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് CCN വ്യവസായ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി കൊളീഗ്സ് സോളാർ സൊല്യൂഷൻസ് എന്ന പുതിയൊരു ഉദ്യമത്തിലേക്ക് കൂടി ചുവടുവച്ചത്. ജില്ലയിൽ 1 ലക്ഷത്തിൽ പരം കേബിൾ TV കണക്ഷനും 60,000 ഇന്റർനെറ്റ് കണക്ഷനുമുള്ള CCN സോളാർ മേഖലയിൽ അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ജെപ് സോളാർ എന്ന കമ്പനിയുടെ സഹകരണത്തോടെയാണ് കൊളീഗ്സ് സോളാർ സൊല്യൂഷൻസ് ആരംഭിച്ചിരിക്കുന്നത്. 30 വർഷത്തെ വാറന്റിയോട് കൂടിയും 5 വർഷത്തെ സൗജന്യ മെയിൻ്റനൻസും 7% പലിശ നിരക്കുമുള്ള ലോൺ സൗകര്യവും 3 ഗഡുവിന് 78,000 രൂപ സബ്സിഡിയും മാർച്ച് 31-നകം ബുക്ക് ചെയ്യുന്നവർക്ക് 5% പ്രത്യേക ഡിസ്കൗണ്ടുമായി സമാനതകളില്ലാത്ത രീതിയിലാണ് CCN ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. കൂടാതെ ആദ്യം ബുക്ക് ചെയ്യുന്ന 50 പേർക്ക് ഇൻഡക്ഷൻ കുക്കർ സമ്മാനമായി ലഭിക്കും. ഇതിനു പുറമെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് കാർ, ബൈക്ക്, സ്വർണ്ണ നാണയം ഉൾപ്പെടെയുള്ള ആകർഷകമായ സമ്മാനങ്ങളുമുണ്ട്. കാഞ്ഞങ്ങാട് മൻസൂർ ഓഡിറ്റോറിയം ബിഗ് മോളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ കൊളീഗ്സ് സോളാർ സൊല്യൂഷൻസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അങ്ങനെ വിവിധ മേഖലകളിൽ നമ്മുടെ ഓപ്പറേറ്റർമാർ കൈവച്ചു തുടങ്ങി. കുറച്ച് വൈകിയെങ്കിൽ പോലും വളരെ സജീവമായി പലരും പുതിയ മേഖലകളിലേക്ക് കടന്നു വരികയാണ്. നമുക്ക് നമ്മുടെ വെല്ലുവിളികളെ നേരിടാനും ഇതൊരു മാർഗമാണ്. അതുകൊണ്ട് ചങ്കൂറ്റത്തോടെ തന്റേടത്തോടെ കേബിൾ TV ഓപ്പറേറ്റർമാർക്കും പറയാൻ കഴിയണം, ഈ മണ്ണിലേക്ക് ആര് കടന്നു വന്നാലും, അത് സ്റ്റാർലിങ്ക് ആയിക്കോട്ടെ, ഇലോൺ മസ്ക് ആയിക്കോട്ടെ, ആര് കടന്നു വന്നാലും കേരളത്തിന്റെ മണ്ണിൽ കേരളാവിഷൻ എന്നും ഉണ്ടാവുമെന്ന് തന്റെ അടുത്തുകൂടി പറയാൻ നമുക്ക് കഴിയുന്നിടത്താണ് നമ്മുടെ വിജയം വരിക്കുന്നത്. ചടങ്ങിൽ COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജെപ്സ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ CV നിധീഷ്, CCN ചെയർമാൻ K പ്രദീപ് കുമാർ എന്നിവർ ധാരണാപത്രം കൈമാറി. COA സംസ്ഥാന പ്രസിഡന്റ് രാജ്മോഹൻ മാംബ്ര ലോഗോ പ്രകാശനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് ആൻഡ് കേബിൾ നെറ്റ്വർക്ക് ഉടമ സിനോ ജോസഫിൽ നിന്നും ആദ്യ ബുക്കിംഗിനുള്ള ചെക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് സിഡ്കോ പ്രസിഡന്റ് K വിജയകൃഷ്ണൻ ആദ്യ വിൽപ്പന നടത്തി. സിനോ ജോസഫിനുള്ള ഇൻഡക്ഷൻ കുക്കറും ഇതേ വേദിയിൽ വെച്ച് തന്നെ കൈമാറി. കേരള വിഷൻ MD പ്രജേഷ് അച്ചാണ്ടി പ്രൊമോഷണൽ വീഡിയോ പ്രകാശനം ചെയ്തു. KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ മംഗലത്ത്, ജെപ് സോളാർ കാസർഗോഡ് ബ്രാഞ്ച് മാനേജർ KV ഷിനിൽ, COA ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ, സംസ്ഥാന സമിതി അംഗങ്ങളായ M ലോഹിതാക്ഷൻ, ഷുക്കൂർ കോളിക്കര, സതീഷ് K പാക്കം, K സജീവ് കുമാർ, കണ്ണൂർ ജില്ലാ ട്രഷറർ AV ശശികുമാർ, കാഞ്ഞങ്ങാട് മേഖലാ സെക്രട്ടറി പ്രകാശൻ, കാസർഗോഡ് മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി, നീലേശ്വരം മേഖലാ സെക്രട്ടറി CP ബൈജുരാജ് എന്നിവർ സംസാരിച്ചു. CCN ചെയർമാൻ K പ്രദീപ് കുമാർ സ്വാഗതവും മാനേജിംഗ് ഡയറക്ടർ TV മോഹനൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആത്മീയതയുടെ മഹനീയ സന്ദേശം വിളിച്ചോതി ഇഫ്താർ സംഗമം. CCNന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്ന് മതസൗഹാർദ്ദത്തിൻ്റെയും ഒത്തുചേരലിൻ്റെയും വേദിയായി. കാഞ്ഞങ്ങാട് മൻസൂർ ഓഡിറ്റോറിയം ബിഗ് മാളിൽ നടന്ന പരിപാടിയിൽ ആത്മീയ ആചാര്യന്മാർ സ്നേഹ സന്ദേശം കൈമാറി. വിശുദ്ധ റമദാൻ മാസത്തെ ഭക്തിയോടും ഐക്യത്തോടും കൂടി അടയാളപ്പെടുത്തിയാണ് CCNന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ വിരുന്ന് ഒരുക്കിയത്. സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ വിരുന്നിൽ ഒത്തുകൂടിയപ്പോൾ ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉത്തമ മാതൃകയായി സംഗമം മാറി. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹനൻ ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു. എല്ലാ വർഷവും മുടങ്ങാതെ കാസർഗോഡ് CCNന്റെ നേതൃത്വത്തിൽ ഈ ഇഫ്താർ വിരുന്ന് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടു പോരുന്നുണ്ട്. കാസർഗോഡ് മണ്ണിലെ, കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജനങ്ങളുടെ നാഡീഞരമ്പിൽ പടർന്നു കിടക്കുന്ന പ്രാദേശിക വാർത്തകളുടെ ഉത്ഭവത്തിന്റെ രൂപമാണ്, ഭാവമാണ്, പേരാണ് CCN എന്ന് പറയുന്നത്. ഇഫ്താർ നോമ്പ് തുറക്കൽ മാത്രമല്ല, അത് നമ്മുടെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ദയ പ്രചരിപ്പിക്കുന്നതിനും അനുകമ്പയുടെയും ഔദാര്യത്തിന്റെയും മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതിനും വേണ്ടിയാണെന്ന് ഉസ്താദ് മുഹമ്മദ് ഇർഷാദ് അസ്കരി പറഞ്ഞു. ആത്മീയതയുടെയും സാഹോദര്യത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും സന്ദേശമാണ് ഓരോ നോമ്പുകാലവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നതെന്ന് പരിപാടിയിൽ പങ്കെടുത്ത ആത്മീയ നേതാക്കൾ പറഞ്ഞു.
CCN ചെയർമാൻ കെ പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. COA ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ സ്വാഗതം പറഞ്ഞു. COA സംസ്ഥാന കമ്മിറ്റി അംഗം കെ സജീവ് കുമാർ, കണ്ണൂർ ജില്ലാ ട്രഷറർ AV ശശികുമാർ, സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് C കുഞ്ഞാമദ്, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ആഷിഫ്, സിനിമാ താരം അഡ്വക്കേറ്റ് ഷുക്കൂർ, മൻസൂർ ഹോസ്പിറ്റൽ MD C ഷംസുദ്ദീൻ, CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ, DCC വൈസ് പ്രസിഡന്റ് സാഹിദ് മൗവൽ, BJP ജില്ലാ സെക്രട്ടറി വേലായുധൻ, സിനിമാ താരം രാജേഷ് അഴീക്കോടൻ, മാധ്യമപ്രവർത്തകരായ EV ജയകൃഷ്ണൻ, ഹരി, ബഷീർ ആറങ്ങാടി, പ്രവീൺ, ബാബു കോട്ടപ്പാറ തുടങ്ങി വിവിധ മേഖലകളിലെ നിരവധി പേർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് ഇലക്ട്രിക് സ്കൂട്ടറിന് പിന്നിൽ ലോറിയിടിച്ച് യുവാവ് മരിച്ചു. ഉപ്പള കെതങ്കാറു കണ്ണാടിപ്പാറയിലെ ഹനീഫിന്റെ മകൻ മുഹമ്മദ് അൻവാസ് ആണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ അൻവാസിന്റെ സുഹൃത്ത് അങ്കടിമുഗറിലെ ഫസൽ റഹ്മാനെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉദ്യാവരം റഫ ഹാളിന് സമീപം ദേശീയപാതയിൽ പുലർച്ചെ 3:30 ദാരുണമായ സംഭവമുണ്ടായത്. ഉപ്പള കെതഗാറു കണ്ണാടിപ്പാറയിലെ ഹനീഫിന്റെ മകൻ മുഹമ്മദ് അൻവാസും സുഹൃത്ത് അങ്കടിമുഗറിലെ ഫസൽ റഹ്മാനും സഞ്ചരിക്കുകയായിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറിനു പിന്നിൽ ലോറി ഇടിക്കുകയായിരുന്നു. ഇരുവരുടെയും അടുത്ത സുഹൃത്തായ ഒരാൾ ഉപ്പളയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സുഹൃത്തിന് കൂട്ടിരിക്കാനാണ് ഇരുവരും രാത്രിയിൽ ഉപ്പളയിലെത്തിയത്. രാവിലെ വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് സ്കൂട്ടർ ചാർജ് ചെയ്യാനായി തലപ്പാടിയിലേക്ക് പോകുന്നതിനിടെയാണ് സുഹൃത്തുക്കളായ ഇരുവരും അപകടത്തിൽപ്പെട്ടത്. മരണപ്പെട്ട അൻവാസ് സ്കൂട്ടറിലെ പിൻസീറ്റ് യാത്രക്കാരനായിരുന്നു. അപകടം നടന്നയുടനെ ഇരുവരെയും മംഗളൂരുവിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മുഹമ്മദ് അൻവാസിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അപകടത്തിൽ മഞ്ചേശ്വരം പോലീസ് കേസെടുത്തു. അപകടത്തിനിടയാക്കിയ ലോറി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഉപ്പളയിലെ ഒരു മൊബൈൽ ഷോപ്പിലെ ജീവനക്കാരനാണ് മരിച്ച മുഹമ്മദ് അൻസാഫ്. നബീസിയാണ് മാതാവ്. അൻസിഫ ഏക സഹോദരിയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ഉപ്പള സോങ്കാലിലെ അൽത്താഫിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ 2ാം പ്രതി അറസ്റ്റിൽ. കുബണൂരിലെ റിയാസ് എന്ന പടപ്പ് റിയാസിനെയാണ് കുമ്പള SI K രാജീവനും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. 2019 ജൂൺ 23 അൽത്താഫിനെ തട്ടിക്കൊണ്ടുപോയത്. കർണാടകയിലെ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് മർദ്ദിച്ചവശനാക്കുകയും നില ഗുരുതരമായതോടെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച് രക്ഷപ്പെടുകയുമായിരുന്നുവെന്നാണ് കേസ്. അൽത്താഫിന്റെ ഭാര്യയ്ക്ക് ആദ്യ ഭർത്താവിലുള്ള മകൾ ആമിനത്ത് സറീനയുടെ ഭർത്താവും സോങ്കാൽ സ്വദേശിയുമായ ഷബീർ മൊയ്തീൻ, ഇയാളുടെ സുഹൃത്തായ ലത്തീഫ്, റിയാസ് തുടങ്ങി 5 പേരാണ് കേസിലെ പ്രതികൾ. നേരത്തെ പോലീസിൽ പരാതി നൽകിയ വിരോധത്തിലാണ് സംഘം അൽത്താഫിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. കൊലക്കേസിൽ റിയാസ് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് റിയാസ് ജാമ്യത്തിലിറങ്ങി മുങ്ങുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പള ബദിയടുക്ക KSTP റോഡിലെ നായിക്കാപ്പിൽ സ്കൂട്ടറിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവ് മരിച്ചു. കുമ്പള മുളിയടുക്കയിലെ രാജുവിന്റെ മകൻ പ്രമോദാണ് വ്യാഴാഴ്ച രാവിലെ മരണപ്പെട്ടത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്കുണ്ടായ അപകടത്തിലാണ് പ്രമോദിന് പരിക്കേറ്റത്. സുഹൃത്തിനോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നതിനിടയിലായിരുന്നു അപകടം. മുൻഭാഗത്തു നിന്നും വന്ന കാർ U-ടേൺ എടുക്കുന്നതിനിടെ പ്രമോദ് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ കുമ്പള പോലീസ് കേസെടുത്തിരുന്നു. ടൈൽസ് തൊഴിലാളിയാണ് മരണപ്പെട്ട പ്രമോദ്. മാതാവ് ജാനകി, ഭാര്യ സവിത, വൈഷ്ണവി, അർജുൻ എന്നിവർ മക്കളാണ്. 5 ലക്ഷം രൂപ ചിലവിട്ട് ഉദിനൂർ സൗത്ത് ഇസ്ലാമിയ ALP സ്കൂളിന് നിർമ്മിച്ച ശുചിത്വ സമുച്ചയം തുറന്നു. പൊതുവിദ്യാലയത്തിൽ നടന്ന ചടങ്ങിൽ M രാജഗോപാലൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. M രാജഗോപാലൻ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 5 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച ശുചിത്വ സമുച്ചയം സ്കൂളിന്റെ ശതാബ്ദി ആഘോഷ പരിപാടികളുടെ സമാപന വേളയിലാണ് കുട്ടികൾക്കായി തുറന്നു നൽകിയത്. M രാജഗോപാലൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ സഹോദരിമാരുടെ വന്ന കാര്യം പഠിപ്പിച്ച കാര്യം പറയാതിരുന്ന പണ്ട് ഞാനൊക്കെ കുറച്ച് ഞങ്ങൾ ടീച്ചറുണ്ടായി പോയി. ഇനിയിപ്പോൾ അത് ഇഷ്ടം കാര്യം ഇനിയിപ്പോൾ നമുക്ക് ഒറ്റ വഴിയേ ഉള്ളൂ. നമുക്ക് നമ്മുടെ മക്കളെ നന്നായി പഠിപ്പിച്ചോളൂ. എല്ലാ സൗകര്യവും നന്നായി പഠിക്കുന്ന മോനും മോളും തെണ്ടിപ്പോകില്ല ഉറപ്പാണ്. ചടങ്ങിൽ പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M സുമേഷ്, സ്കൂൾ PTA പ്രസിഡന്റ് M സജീഷ് കുമാർ, പ്രധാന അധ്യാപകൻ AC അത്താവുള്ള, TC ഇസ്മയിൽ, EM സാബിറ, P അബ്ദുള്ള, റസാഖ് പുഴക്കര, N ഷാഹുൽ ഹമീദ്, AK കുഞ്ഞബ്ദുള്ള ഹാജി, AC ഫാറൂഖ്, TP അബ്ദുൽ സലാം ഹാജി, M അബ്ദുൽ കരീം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ചാല B.Ed സെന്ററിൽ കോളേജ് ഡേ ആഘോഷവും അനുമോദനവും നടന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ ഉദ്ഘാടനം ചെയ്തു.
കാസർഗോഡ് ചാലയിലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ സെന്റർ കോളേജ് ഡേ ആഘോഷവും യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ മികച്ച വിജയം നേടിയവർക്കുള്ള അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകർ സ്നേഹം നൽകി സാഹോദര്യവും ധാർമ്മികതയും വിളയിക്കുന്ന സോഷ്യൽ എഞ്ചിനീയർമാർ ആകണമെന്ന് ഷാനവാസ് പാദൂർ അഭിപ്രായപ്പെട്ടു. നല്ല ടീച്ചറായാൽ സ്കൂളിന് നല്ലത്, സ്റ്റുഡൻസിന് നല്ലത്, സൊസൈറ്റിക്ക് നല്ലത് എന്നല്ല ഇപ്പം നിങ്ങളുടെ മറ്റേ സ്കൂൾ ഡയറക്ടർ പറയുന്നത് കണ്ട്. നല്ലൊരു ടീച്ചറായാൽ അത് സ്റ്റുഡൻസിന് നല്ല ടീച്ചറെ കിട്ടിയാൽ മതി. ആ സ്റ്റുഡൻസിന് നല്ല ടീച്ചറെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും ആ സ്കൂളിനും സൊസൈറ്റിക്കും എല്ലാത്തിനും നേരത്തെ ടീച്ചർ ഉദ്ദേശിച്ച പോലെയുള്ള ഗുണങ്ങളുണ്ടാവും. അതിൽ സംശയമൊന്നുമില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളായിട്ടുള്ള ഒരു അഫെക്ഷൻ ഇന്ന് കാണുന്നത്. കോഴ്സ് ഡയറക്ടർ KC റിജുമോൾ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് PT ബെന്നി സമ്മാനദാനം നിർവഹിച്ചു. KV നവീന, ഡോക്ടർ CA അബീറ, അജിത് രാമചന്ദ്രൻ, PP ശോഭരാജ്, D അബ്ദുൾ സമീർ തുടങ്ങിയവർ സംസാരിച്ചു. ഫൈൻ ആർട്സ് സെക്രട്ടറി ആർദ്ര ബെന്നി, V സിബിന, ലക്ഷ്മി മഹേന്ദ്രൻ, ആദിത്യ ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്യാമ്പസ് യൂണിയൻ ചെയർപേഴ്സൺമാരായ P നിരഞ്ജന സ്വാഗതവും അനു നായർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മാന്യ കൊല്ലങ്കാനയിൽ റോഡിനോട് ചേർന്ന സ്ഥലത്ത് തീപിടുത്തം. ഉണങ്ങിയ പുല്ലുള്ള പ്രദേശത്താണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സിൻ്റെയും ശ്രീക്ഷേത്ര ധർമ്മസ്ഥല ഗ്രാമാഭിവൃദ്ധി യോജനയുടെ ദുരന്ത നിവാരണ വിഭാഗം ശൗര്യയുടെയും നാട്ടുകാരുടെയും പരിശ്രമത്തിൽ പെട്ടെന്ന് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കുവാനായി. വേനൽ കടുത്തതോടെ ജില്ലയിലെ പലയിടങ്ങളിൽ തീപിടിക്കുന്നതും പതിവായി. മാന്യ കൊല്ലങ്കാനയിൽ റോഡിനോട് ചേർന്ന സ്ഥലത്തും ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായി. ഉണങ്ങിയ പുല്ലിലും കുറ്റിക്കാടുകളിലും തീ പടർന്നു. ഫയർഫോഴ്സിൻ്റെയും ശ്രീക്ഷേത്ര ധർമ്മസ്ഥല ഗ്രാമാഭിവൃദ്ധി യോജനയുടെ ദുരന്ത നിവാരണ വിഭാഗം ശൗര്യയുടെ മധുർ കാസർഗോഡ് അംഗങ്ങളുടെയും പരിശ്രമത്തിൽ പെട്ടെന്ന് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിനായി സാധിച്ചു. നാട്ടുകാരും തീയണക്കുവാൻ രംഗത്തുണ്ടായിരുന്നു. വേനൽ ചൂട് കൂടിയ സാഹചര്യത്തിൽ പലയിടങ്ങളിലുമായി തീപിടുത്തമുണ്ടാകുന്നത് ആശങ്ക ഉയർത്തുന്നുണ്ട്. പുകവലിച്ചതിനു ശേഷം സിഗരറ്റ് കുറ്റികൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഉണങ്ങിയ പുല്ലിലും മറ്റും തീപിടിക്കുവാൻ കാരണമാകുന്നത്. ഇക്കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പാലിക്കേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. GCC KMCC മച്ചമ്പാടി കമ്മിറ്റി മച്ചമ്പാടി CH നഗറിൽ ഗ്രാൻഡ് ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു. AK അഷ്റഫ് MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. GCC KMCC മച്ചമ്പാടി കമ്മിറ്റി മച്ചമ്പാടി CH നഗറിൽ സംഘടിപ്പിച്ച ഗ്രാൻഡ് ഇഫ്താർ മീറ്റ് ശ്രദ്ധേയമായി. നിരവധി പേർ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു. AK അഷ്റഫ് MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. എല്ലാ വർഷങ്ങളിലും നൽകുന്ന ഉസ്താദുമാർക്കുള്ള പെരുന്നാൾ സമ്മാനമായ ലിബാസു റഹ്മ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് അസീസ് മരിക്കെ അസീസ് ദാരിമിക്ക് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. ഇപ്രാവശ്യത്തെ പരിശുദ്ധ ഹജ്ജിന് പോകുന്നവർക്കുള്ള യാത്രയയപ്പ് നടന്നു. ഹാഫിളിങ്ങളായ മുനവർ, മുസമ്മിർ എന്നിവരെ മുസ്ലിം ലീഗ് മണ്ഡലം ട്രഷറർ സൈഫുള്ള തങ്ങൾ ഷാളണിയിച്ച് ആദരിച്ചു. GCC KMCC പ്രസിഡന്റ് ഹുസൈൻ മച്ചമ്പാടി അധ്യക്ഷത വഹിച്ചു. ബഷീർ ഭാഗവി പ്രാർത്ഥന നടത്തി. മച്ചമ്പാടി ഖത്തീബ് മുഹമ്മദ് ഷെരീഫ് താരിമി ഹൈതമി റമദാൻ പ്രഭാഷണം നടത്തി. നേതാക്കളായ PH അബ്ദുൽ ഹമീദ്, AK ആരിഫ്, KP ഇബ്രാഹിം മുസ്ലിയാർ, ഇസ്മായിൽ അസ്ഹരി, ഉമറുൽ ഫാറൂഖ്, ഹനീഫി, യഹ്കൂബ് മജ്മ തുടങ്ങിയവർ നേതൃത്വം നൽകി. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ. അത്യാധുനിക സൗകര്യങ്ങളുമായി കാസർഗോഡിലെ ആദ്യത്തെ സൈക്കോളജിക്കൽ സെന്ററായ റോഷി ഗ്രൂപ്പിന്റെ വേദ ഹാപ്പിനെസ് സെന്ററിൽ നിങ്ങളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നു. മുൻകൂട്ടി ബുക്ക് ചെയ്യുക. ചികിത്സാ സമയം രാവിലെ 9:30 മുതൽ വൈകുന്നേരം 6 മണി വരെ. വേദ ഹാപ്പിനെസ് സെന്റർ, റോഷി ജ്വല്ലറി കോംപ്ലക്സ്, ബാങ്ക് റോഡ്, കാസർഗോഡ്. Contact 04994 796461 9746 811764 www.vedahappiness.com. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പനത്തടി മണ്ഡലം സമ്മേളനത്തോടനുബന്ധിച്ച് കൊടിമര പതാക ജാഥ പ്രയാണം നടത്തി. സമ്മേളന നഗരിയിൽ മണ്ഡലം പ്രസിഡന്റ് KJ ജെയിംസ് പതാക ഉയർത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പനത്തടി മണ്ഡലം സമ്മേളന നഗരിയിലേക്കുള്ള കൊടിമര ജാഥ കോൺഗ്രസ് നേതാവ് പുഷ്പാകരൻ നായരുടെ എരിഞ്ഞിലംകോടുള്ള വസതിയിൽ നിന്ന് KPCC അംഗം മീനാക്ഷി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ എല്ലാ നേതാക്കളെയും വിളിച്ച് ഒരു സംസ്ഥാന നേതാവിനെ നമുക്ക് കൊണ്ടുവരണം എന്നുള്ള ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു ഊർജ്ജസ്വലതയുടെ ഭാഗമായിട്ടാണ്
ആ പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് മറ്റന്നാൾ ഇവിടെ രമേശ് ചെന്നിത്തല വരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും, ചെറിയ ആൾക്കാരൊന്നും പോരെ, ഏകദേശം ഒരു 100-400 ആൾക്കാരെ പങ്കെടുപ്പിക്കാൻ നമുക്ക് സാധിക്കണം. മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് KJ ജെയിംസ് അധ്യക്ഷത വഹിച്ചു. പാണത്തൂർ ബാപ്പുംകയത്ത് നിന്നും ആരംഭിച്ച പതാക ജാഥ DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സമ്മേളന നഗരിയായ പാണത്തൂരിലെ NI ജോയി നഗറിൽ എത്തിച്ചേർന്ന ഇരു ജാഥകൾക്കും പ്രവർത്തകർ സ്വീകരണവും നൽകി. തുടർന്ന് സമ്മേളന നഗരിയിൽ മണ്ഡലം പ്രസിഡന്റ് KJ ജെയിംസ് പതാക ഉയർത്തി. ന്യൂസ് ബ്യൂറോ, പാണത്തൂർ. ലോക വൃക്ക ദിനാചരണം പോർഫ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. ലോക വൃക്ക ദിനത്തോടനുബന്ധിച്ച് പോർഫ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി മാവുങ്കാലിലുള്ള ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വൃക്ക രോഗികളിൽ വൃക്കരോഗത്തെക്കുറിച്ചും രോഗം വരാതെ കാത്തു സൂക്ഷിക്കുന്നതിനെക്കുറിച്ചും ബോധവൽക്കരണം നടത്തി. പോർഫ സംസ്ഥാന ആക്ടിംഗ് കൺവീനർ ഖാലിദ് കുളവയൽ ഉദ്ഘാടനം ചെയ്തു. പോർഫ ജില്ലാ പ്രസിഡന്റ് സലാം അപ്സര അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് അവയവം മാറ്റിവെച്ചവർക്കുള്ള സൗജന്യ മരുന്ന് വിതരണവും ഡയാലിസിസ് രോഗികൾക്കുള്ള സൗജന്യ ഇഞ്ചക്ഷൻ വിതരണവും നടന്നു. ജില്ലാ സെക്രട്ടറി വിനോദ് മാവുങ്കാൽ സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് നസ്രുദ്ദീൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരെ പ്രതിസന്ധിയിലാക്കുന്ന KCB നിലപാടിനെതിരെ COA പ്രതിഷേധം. KCB കാസർഗോഡ് ജില്ലാ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. ഇനി കറന്റ് ബിൽ 0 ആക്കാം. കാസർഗോഡ് റിന്യൂവബിൾ എനർജി മേഖലയിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി പുത്തൻ ചുവടുവയ്പുമായി കൊളീഗ്സ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്. CCNന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്ന് മതസൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലിന്റെയും വേളയായി. ആത്മീയ ആചാര്യന്മാർ സ്നേഹ സന്ദേശം കൈമാറി. മഞ്ചേശ്വരത്ത് ഇലക്ട്രിക് സ്കൂട്ടറിന് പിന്നിൽ ലോറിയിടിച്ച് യുവാവ് മരിച്ചു. സുഹൃത്തിനും പരിക്ക്. കാസർഗോഡ് ഉപ്പള സോങ്കാലിലെ അൽത്താഫിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസ്. ജാമ്യത്തിലിറങ്ങി മുങ്ങിയ 2ാം പ്രതി അറസ്റ്റിൽ. 5 ലക്ഷം രൂപ ചിലവിട്ട് ഉദിനൂർ സൗത്ത് ഇസ്ലാമിയ ALP സ്കൂളിന് നിർമ്മിച്ച ശുചിത്വ സമുച്ചയം തുറന്നു. M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.